കൊല്ലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. RSP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അവിടെയൊക്കെ ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയാം. കൊല്ലം നമ്മുടെ പ്രേമചന്ദ്രൻ എനിക്ക് തോന്നുന്നു ലോക്സഭയിൽ നിൽക്കുമ്പോഴത്തേന് എല്ലാ മണ്ഡലത്തിലും 11 നിയമസഭാ മണ്ഡലത്തിലും പ്രേമചന്ദ്രനായിരിക്കും ഭൂരിപക്ഷം. വോട്ടെണ്ണി തുടങ്ങിക്കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇടതുപക്ഷം പല തവണ പലരെ പരീക്ഷിച്ച് നോക്കി, ഒരു രക്ഷയില്ല. പക്ഷെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴും തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരുമ്പോഴും ഇതിനൊക്കെ മാറ്റമായി ഇടതുപക്ഷത്തിൻ്റെ തരംഗം ആഞ്ഞിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു 2021 11 മണ്ഡലങ്ങളിൽ UDF കിട്ടിയത് വെറും 2 മണ്ഡലങ്ങളാണ്. ഒന്ന് കരുനാഗപ്പള്ളിയും മറ്റൊന്ന് കുണ്ടറയും. അതിനു മുമ്പുള്ള ഇലക്ഷനിൽ ഈ 2 മണ്ഡലങ്ങളും LDF അവകാശപ്പെട്ടതായിരുന്നു. അത് UDF പിടിച്ചെടുക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനൊക്കെ കാതലായ മാറ്റം ഉണ്ടാകും. ആദ്യമായിട്ട് UDF കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കും. എനിക്ക് തോന്നുന്നു UDF നേതാക്കന്മാർ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും, കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തതാണ്. ഒരു ഭരണവിരുദ്ധ വികാരം കൊല്ലത്തെങ്ങും ആഞ്ഞടിക്കുന്നതായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ നോക്കുമ്പം കൊല്ലം ഈ പ്രാവശ്യം നിർണായകമായി മാറും. കൊല്ലം, ആലപ്പുഴ ഈ 2 ജില്ലയിലെ ഏകദേശം 20ഓളം സീറ്റുകളാണ്. ആലപ്പുഴ 9, കൊല്ലത്ത് 11. അതിൽ കഴിഞ്ഞ പ്രാവശ്യം UDF കിട്ടിയത് വെറും 3 സീറ്റുകളാണ്. ആലപ്പുഴയിൽ 1 സീറ്റും കൊല്ലത്ത് 2 സീറ്റും. 17 സീറ്റുകൾ LDF ആണ് കൈവശപ്പെടുത്തിയത്. ഈ 2 ജില്ലകൾ മനസ്സിലാക്കുമ്പോൾ UDF കാര്യമായ പുരോഗതി ഈ 2 ജില്ലയിലും ഉണ്ടാകും എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയെ പറ്റിയാണ്. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ UDFകാർ ഈ പ്രാവശ്യം 5 സീറ്റിലെങ്കിലും ജയിക്കും എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 5, കൂടിയാൽ 8 8-ൽ കൂടുതലോ. LDF 3 സീറ്റിൽ വിജയിക്കും എന്ന് തോന്നുന്നു. NDAക്ക് ചാത്തന്നൂർ വളരെ നിർണായകമായി മാറും. ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് CR മഗേഷിൻ്റെ കരുനാഗപ്പള്ളി തന്നെയാണ്. കരുനാഗപ്പള്ളിയിൽ CR മഗേഷിന് കനത്തൊരു എതിരാളി ഇല്ല എന്ന് 100% ഉറപ്പാക്കി പറയാം. എനിക്ക് തോന്നുന്നു ഒട്ടുപോലും എണ്ണണ്ട, CR മഗേഷ് അവിടെ നിസ്സംശയം ജയിക്കും. കഴിഞ്ഞ ഇടതുപക്ഷ തരംഗത്തിലും CR മഗേഷിൻ്റെ ഭൂരിപക്ഷം 29,208 വോട്ടായി. ഒരു ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ഈ പ്രാവശ്യം ഒരു കാരണവശാലും CR മഗേഷ് തോക്കില്ല എന്ന് തന്നെ ഉറപ്പാക്കി പറയാം. താരയാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. ജിതിൻ ദേവ് UDF NDAയുടെ സ്ഥാനാർത്ഥി. സി ദിവാകരൻ, R രാമചന്ദ്രൻപിള്ള, ചന്ദ്രശേഖരൻ നായർ, ശ്രീനിവാസൻ എന്നീ പ്രമുഖ മന്ത്രിയാക്കിയിരുന്ന ആൾക്കാരാണ്. അവരൊക്കെയാണ് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. CPIയുടെ ഉറച്ച കോട്ട അത് 2 തവണ കൊണ്ട് CR മഗേഷിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇനി എനിക്ക് തോന്നുന്നു CR മഗേഷ് നിൽക്കുന്നിടത്തോളം അവിടെ UDF തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. കാരണം CR മഗേഷിൻ്റെ കയ്യിൽ ഇത് ഭദ്രമാണ്. മറ്റൊരു സീറ്റാണ് UDF ആവശ്യപ്പെടുന്ന ചവറ. എന്ന് കേൾക്കുമ്പോൾ ബേബി ജോൺ, അത് കഴിഞ്ഞ് ഷിബു ബേബി ജോൺ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സുജിത് വിജയനാണ് നിന്ന് മത്സരിക്കുന്നത്. ലാസ്റ്റ് നിമിഷം 1096 വോട്ടിനാണ് സുജിത് വിജയൻ അവിടെ ജയിക്കുന്നത്. ഷിബു ബേബി ജോണിൻ്റെ കരിയറിലിരുന്ന രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നിഴൽ വീഴ്ത്തിയൊരു മത്സരമായിരുന്നു. 2 പ്രാവശ്യമായിട്ടുള്ള ചവറയിൽ കണ്ടുവരുന്നത്. അതിനൊരു മാറ്റം ഈ പ്രാവശ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചപ്പോഴും സുജിത്
വിജയൻ്റെ ഭൂരിപക്ഷം വെറും 1000-ൽ പരം വോട്ടേ ഉള്ളായിരുന്നു. ഈ പ്രാവശ്യം 10,000-ൽ പരം വോട്ടിന് ഷിബു ബേബി ജോൺ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു മണ്ഡലമാണ് കുന്നത്തൂർ. ഒരു MLA 10-25 കൊല്ലമായിട്ട് കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്ന MLA കുന്നത്തൂർ മത്സരിക്കുന്നുണ്ട്. കോവൂർ നിന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും. പക്ഷേ 3 കൊല്ലമായിട്ട് ടൈറ്റ് മത്സരമാണ്, 2 കൊല്ലമായിട്ട് ടൈറ്റ് മത്സരമാണ് നടക്കുന്നത്. നമ്മുടെ RSP ആയിരുന്നപ്പം കോവൂർ കുഞ്ഞുമോനും ഉല്ലാസ് കോവൂരും ഒക്കെ ഒന്നിച്ച് നിന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആ ഉല്ലാസ് കോവൂരാണ് 2 കൊല്ലമായിട്ട് കോവൂർ കുഞ്ഞുമോനിന് ഉള്ള എതിരാളി, ഒത്ത ഒരു എതിരാളി. കഴിഞ്ഞ പ്രാവശ്യം കഷ്ടിച്ച് 2790 വോട്ടിനാണ് കോവൂര് കടന്നുപോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം ഉല്ലാസ് കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഫീൽഡ് റിപ്പോർട്ട് പ്രകാരം ഉല്ലാസ് കോവൂർ ഈ പ്രാവശ്യം 5000-ൽ പരം വോട്ടിനെങ്കിലും ജയിക്കും എന്നാണ് അറിയാൻ പറ്റുന്നത്. മറ്റൊരു മണ്ഡലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല, നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാലും ഐഷ പോറ്റിയും തമ്മിൽ മത്സരിക്കുന്ന പ്രസ്റ്റീജ് സീറ്റ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ടൈറ്റ് മത്സരം തന്നെയാണ് അവിടെ. ആർക്കും ജയിക്കാൻ പറ്റും. ചിലപ്പം മന്ത്രി ബാലഗോപാൽ ഈ പ്രാവശ്യം തോറ്റുപോകാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു മണ്ഡലമാണ് പത്തനാപുരം. മറ്റൊരു മന്ത്രി മത്സരിക്കുന്ന പത്തനാപുരം KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 14,000 ചില്ലാനും വോട്ടായിരുന്നു. പലപ്പോഴും 20,000-25,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന ഗണേഷ് കുമാർ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി വിയർത്തു എന്ന് പറയാം. അതിനു മുമ്പ് 24,000 വോട്ടായിരുന്നു, ഇപ്രാവശ്യം 14,000 ജ്യോതികുമാർ ചാമക്കാലയാണ് എതിരാളി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ടൈറ്റ് ഫൈറ്റ് ഈ പ്രാവശ്യം ഗണേഷ് കുമാർ നേരിടുന്നുണ്ട്. ഫീൽഡിൽ നിന്നും വരുന്ന റിപ്പോർട്ടും പ്രകാരം ആര് ജയിച്ചാലും ചെറിയ ഭൂരിപക്ഷമായിരിക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF പല സീറ്റുകളും പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഗണേഷ് കുമാറിന് ഒരു അഗ്നിപരീക്ഷ തന്നെയാണ്. കാത്തിരുന്ന് കാണാം പത്തനാപുരത്തെ വിശേഷം. CPI-യുടെ കോട്ട എന്ന് പറയാവുന്ന പുനലൂർ പലപ്പോഴും UDF-നാരും മത്സരിക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു. പലപ്പോഴും ഈ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 37,057. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ ലീഗിനാണ് അവിടെ സീറ്റ്. ലീഗിന് പലപ്പോഴും എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കോൺഗ്രസ് ആണെങ്കിൽ അല്പം കൂടെ ടൈറ്റ് മത്സരം നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. ഇപ്രാവശ്യം പുതിയൊരു സ്ഥാനാർത്ഥിയാണ് CPM-ൻ്റെ അജയ് പ്രസാദ്. നൗഷാദ് യൂനിഫാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി. ഒരു ടൈറ്റ് മത്സരം തന്നെ അവിടെ പ്രതീക്ഷിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇപ്രാവശ്യം CPI തന്നെ ആ സീറ്റ് പിടിച്ചെടുക്കാനാണ് സാധ്യത. പിടിച്ചെടുക്കുകയല്ല, നിലനിർത്താനാണ് സാധ്യത. ചടയമംഗലം. കൊല്ലത്ത് മന്ത്രിമാരുടെ എണ്ണം കൂടുതലായിരുന്നു. ജെ ചിഞ്ചുറാണി, അതും CPI-യുടെ സ്ഥാനാർത്ഥിയാണ്. ചടയമംഗലം എന്നൊക്കെ പറയുന്നത് CPI-യുടെ കുറച്ച കോട്ടയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചിഞ്ചുറാണി ജയിച്ചത് 1678 വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ചിഞ്ചുറാണിയുടെ അവസ്ഥ ഇച്ചിരി പരുങ്ങലിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നിന്ന MM നസീർ തന്നെയാണ് ഈ പ്രാവശ്യവും ചിഞ്ചുറാണിക്കെതിരെ മത്സരിക്കുന്നത്. 2001 തൃപ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ UDF-ന് വേണ്ടി ജയിച്ചിരുന്നു. അതിനുശേഷം ഒന്നും തിരഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല CPI-ക്ക്. ഈ പ്രാവശ്യം പക്ഷേ ടൈറ്റ് മത്സരമാണ്. ചിഞ്ചുറാണി ജയിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ചിഞ്ചുറാണിക്ക് പകരം മറ്റൊരു നേതാവായിരുന്നുവെങ്കിൽ CPI-ക്ക് ഭയപ്പെടേണ്ടി വരുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം ടൈറ്റാണ്. ഫീൽഡ് റിപ്പോർട്ടും പ്രകാരം അല്പം മുൻതൂക്കം UDF-ന് തന്നെയാണ്. പിന്നൊരു മണ്ഡലമാണ് കുണ്ടറ. ഈ കുണ്ടറയിൽ വിഷ്ണുനാഥ് വരുമ്പം മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി വിഷ്ണുനാഥിനെ കൊണ്ടുവന്നു എന്ന് 2021 പറഞ്ഞെങ്കിലും ആർക്കും അത്ര വിശ്വാസമില്ലായിരുന്നു. പക്ഷേ 4523 വോട്ടിന്
LDFിൻ്റെ തരംഗം ആഞ്ഞടിച്ചപ്പോഴും വിഷ്ണുനാഥ് ജയിച്ചു. അതുകൊണ്ട് വിഷ്ണുനാഥിന് ഈ പ്രാവശ്യം യാതൊരുവിധ ഭീഷണിയുമില്ല. പ്രാദേശിക നേതാവായ ഫജികുമാറാണ് അവിടെ മത്സരിക്കുന്നത്. NDAയിൽ നിന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ബിഗ് ബോസ് താരമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്നുണ്ട്. ബിഗ് ബോസിലാക്കി ആയിരുന്നപ്പം അദ്ദേഹത്തെ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പം വോട്ടായി മാറുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വിഷ്ണുനാഥിന് യാതൊരുവിധ ഭീഷണിയും ഇല്ല എന്ന് തന്നെയാണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ആണ് കൊല്ലം MLA മുകേഷുമായിട്ട് കേട്ടാണ് കൊല്ലം പരിചിതമായത്. മുകേഷിനെ പറ്റി എന്ത് വിവാദം ഉണ്ടായും കൊല്ലം ഏറ്റുപിടിക്കും അല്ലേ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കൊല്ലത്ത് മുകേഷ് ജയിക്കുന്നു. 2072 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം മുകേഷ് കടന്നുകൂടിയത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചു എന്ന് പറയുന്ന 2021 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് വളരെ കഷ്ടിക്ക് കടന്നുകൂടിയ മുകേഷ് ഇപ്രാവശ്യം മുകേഷിനെ പരീക്ഷിക്കാൻ വേണ്ടി CPM തീരുമാനിച്ചില്ല. ജയമോഹനാണ് അവിടെ മത്സരിക്കുന്നത്. ജയമോഹനും ബിന്ദു കൃഷ്ണയുമാണ് അവിടെ മത്സരിക്കുന്നത്. NDAയിൽ നിന്ന് ഡോക്ടർ N പ്രതാപ് കുമാറാണ് മത്സരിക്കുന്നത്. ജയമോഹനെ പറ്റി പറയുവാണെങ്കിൽ ഒരു നല്ലൊരു നേതാവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം കൊല്ലത്ത് നിന്ന് അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. വളരെ നാളിന് ശേഷം വളരെ നാളായിട്ടുള്ള ബിന്ദു കൃഷ്ണയുടെ സ്വപ്നം ഈ പ്രാവശ്യം സഫലീകരിക്കും എന്ന് തന്നെയാണ് ഫീൽഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അങ്ങനെ കൊല്ലം UDF പിടിച്ചെടുക്കും. വിവരം RSP UDF വന്നതിന് ശേഷം CPMൻ്റെ കുത്തകയായിട്ടാണ് മാറി. M നൗഷാദ് 3 പ്രാവശ്യമായിട്ട് നിന്ന് മത്സരിക്കുന്നു. മികച്ച ഭൂരിപക്ഷമാണ് ഓരോ തവണയും. 28,121 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുന്നത് M നൗഷാദ്. ഈ പ്രാവശ്യം അവിടെ ഒരു ടൈറ്റ് മത്സരം നടക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെറുപ്പക്കാരനായ അഡ്വക്കേറ്റ് വിഷ്ണുമോഹനാണ് RSPയിൽ നിന്ന് മത്സരിക്കുന്നത്. സജി D ആനന്ദാണ് NDA സ്ഥാനാർത്ഥി. എനിക്കെന്നാലും അല്പം മുൻതൂക്കം M നൗഷാദിന് തന്നെയാണ്. നൗഷാദ് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും ചാത്തന്നൂർ NDA രണ്ടാമത് വന്നു. കോൺഗ്രസ് ഇവിടെ തകർന്നു പോയി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം GF ജയപാലാണ് അവിടെ മത്സരിച്ച് ജയിക്കുന്നത്. 17,206 വോട്ട് ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. ഒരു കോട്ട തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ. പക്ഷേ ഈ പ്രാവശ്യം എന്തായി തീർന്നും എന്ന് നമുക്കറിയില്ല. ജയപാൽ അവിടെ നിന്ന് മത്സരിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ജയിക്കുമെന്ന് തന്നെയാണ് ഫീൽഡിൽ നിന്ന് വന്ന റിപ്പോർട്ട്. പക്ഷേ ഈ പ്രാവശ്യം PIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ രാജേന്ദ്രനാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. രാജേന്ദ്രന് ജനങ്ങളുമായിട്ട് അത്ര നല്ല നേതാവൊക്കെയാണ്. പക്ഷേ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ അദ്ദേഹം ജയപാലിൻ്റെ അത്രയും വരില്ല എന്നുള്ളതാണ് ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതൊന്നും ഒരുപക്ഷെ ബാധിക്കാൻ സാധ്യതയില്ല. CPIയുടെ കോട്ടയാണ്. അവിടെ ചാത്തന്നൂർ CPIക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ. കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്തെത്തിയ BB ഗോപകുമാർ തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥി. NDA വളരെയധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. രവിയുടെ മകനായ സൂരജ് രവിയാണ് അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി. എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ചില വോട്ടുകൾ കൂട്ടിയാൽ തന്നെ UDFനെ സംബന്ധിച്ച് വലിയ കാര്യം. ഈ ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ അത് ചിലപ്പം NDAക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഫീൽഡിൽ നിന്ന് നോക്കും 5 സീറ്റ് ഉറപ്പായിട്ട് UDF വിജയിക്കും എന്ന് തന്നെ പറയാം. 3 സീറ്റ് LDFനും. അത് 5 സീറ്റ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, കുന്നത്തൂർ UDFന്. LDFന് പുനലൂര്, ഇരവിപുരം, ചാത്തന്നൂർ LDFന്. പിന്നെ ചാത്തന്നൂർ NDAക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. കൊട്ടാരക്കര, പത്തനാപുരം, ചടയമംഗലം ടൈറ്റ് ഫൈറ്റിനാണ്. ആർക്ക് വേണമെങ്കിലും ജയിക്കാം. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റ് കിട്ടിയ UDF മികച്ച പ്രകടനമായിട്ട് മുന്നേറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. 8ന് പകരം
ഒരു 10 ഫീറ്റൊക്കെ നേടിയാലും അത്ഭുതപ്പെടാനില്ല. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.